ഹായ് ഫ്രണ്ട്സ്, ഡിറ്റാണ് കേട്ടോ. ഞാനും വാവയും ലൂക്കാച്ചൻ ഇന്നൊരു കാഴ്ച കാണാൻ പോകുന്നു കേട്ടോ. ഇനിയൊരു 2 ദിവസത്തേക്ക് വാവയ്ക്ക് ജോലിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്ത് കാഴ്ച കാണാനാണ് പോകുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അതിനെക്കുറിച്ച് പറയട്ടോ. അതിന് മുന്നോടി കുറച്ച് വീട്ടിലേക്കുള്ള പച്ചക്കറികൾ സാധനങ്ങളൊക്കെ ഹാമിൽട്ടണിലുള്ള നേഷൻസിൽ പോയി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ. നല്ല അടിപൊളി ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതോടൊപ്പം ഒരു വീട്ടിലേക്കുള്ള ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് ലഭിക്കും കേട്ടോ. കാനഡയുടെയും യുഎസിന്റെയും അനേകം കമ്മ്യൂണിറ്റികളിൽ സന്തോഷം പ്രത്യേകം വിതറുന്ന മാജിക്കൽ ഹോളിഡേ ട്രെയിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് CPKCയുടെ ഹോളിഡേ ട്രെയിൻ. അത് കാണുവാനാണ് ഞാനും വാവയും ലൂക്കാച്ചനും കൂടെ ഹാമിൽട്ടണിലുള്ള ഗേജ് പാർക്കിൽ എത്തിപ്പോയിരിക്കുന്നത്. ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി വലിയ ജനക്കൂട്ടം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. 2025 ഈ ഹോളിഡേ ട്രെയിൻ യാത്ര നവംബർ 19 മോൺട്രിയൽ വെസ്റ്റ് ക്യൂബക്കിൽ നിന്ന് ആരംഭിച്ച് ഡിസംബർ 21 ആൽബർട്ടയിലെ ഗ്ലീച്ചനിലാണ് അവസാനിപ്പിക്കുക. മനോഹരമായ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച ഈ ഫെസ്റ്റീവ് ട്രെയിൻ ഒരു യാത്ര മാത്രമല്ല കേട്ടോ. നോർത്ത് അമേരിക്കയിലെ മുഴുവൻ ഫുഡ് ബാങ്കിനു വേണ്ടി ഭക്ഷണവും പണവും എല്ലാം ശേഖരിക്കുന്ന ഒരു കാരുണ്യ മിഷൻ കൂടിയാണിത്. ഞാനും വാവി ലൂക്കാച്ചനും കുറേ നേരം കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പുറത്തേക്ക് അത്യാവശ്യം നല്ല തണുപ്പായതുകൊണ്ടും കാർ പാർക്ക് ചെയ്തതിൻ്റെ അടുത്തേക്ക് ഒരുപാട് ദൂരം നടക്കേണ്ടതും കൊണ്ടും ഞങ്ങൾ പയ്യെ തിരിച്ച് കാഴ്ചകളൊക്കെ കണ്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാനഡയിലുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഹോളിഡേ ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ CPKCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ സോഷ്യൽ മീഡിയയിലേക്കോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിയറസ്റ്റ് സ്റ്റോപ്പ് എവിടെയാണെന്നൊക്കെ അറിയാൻ സാധിക്കും. പല സ്റ്റോപ്പുകളിലും സ്റ്റേജൊക്കെ ഓപ്പൺ ആകുമ്പോൾ പ്രശസ്തരായ ഒരുപാട് ആൾക്കാരുടെ പ്രോഗ്രാംസ് ഒക്കെ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിമനോഹരമായ കാഴ്ചകളെ കണ്ട ശേഷം ഞാനും ലൂക്കായും അവയും കൂടെ തിരിച്ചു വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.